ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷവും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങളിൽ, അതായത് നെക്സ്റ്റ് വീക്ക് പ്രേമോ പോലെ നമുക്കൊക്കെ പറഞ്ഞു പോവാട്ടോ. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്കും ഹൈപ്പും കൂടെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ നമ്മുടെ മാമച്ചനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി അലീന ഫോൺ വിളിച്ചു. ആദ്യം രേവതിനെയാണ് വിളിച്ചത്. അപ്പൊ രേവതിയോട് കാര്യം പറഞ്ഞു. മാമച്ചന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അങ്ങനെ മാമച്ചനോട് കാര്യങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇതിനിടയിൽ നമ്മുടെ ബാലചന്ദ്രന്റെ മനസ്സ് വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്തായിരിക്കും അവരുടെ പ്രതികരണം? മാത്രമല്ല, ഇനിയിപ്പോ കുരിയച്ഛനെ കൊണ്ട് വേണം ഡിവൈഎസ്പിയോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പം എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മറിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് ബാലചന്ദ്രൻ ഉള്ളത്. അങ്ങനെ ബാലചന്ദ്രന്റെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലചന്ദ്രന്റെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാമച്ചൻ ബാലചന്ദ്രനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ മാമച്ചനോട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഏതായാലും ഫോണിൽ കൂടെ സംസാരിക്കാൻ ശരിയാവത്തില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വരാം. ഞങ്ങൾ നാളെ വെളുപ്പിന് തന്നെ ഇവിടുന്ന് വണ്ടി കയറാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. അങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നിങ്ങനെ നമ്മുടെ മാമച്ചനോട് പറയാണ്. ബാലചന്ദ്രനും സംസാരിക്കുന്നുണ്ട് നമ്മുടെ മാമച്ചനുമായിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. അപ്പം ഫോണിൽ കൂടെ സംസാരിക്കുന്നതിൽ നല്ലത് ചെന്ന് കണ്ട് സംസാരിക്കുന്നതാണല്ലോ. അങ്ങനെ ഫോണ് കട്ടൊക്കെ ചെയ്തു കേട്ടോ. അപ്പൊ ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, മോളെ വേറെ ഒന്നുമല്ല, നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകണം, പോയി കണ്ട് മാമച്ചനെയും ഗ്രേസിനെയും ഒക്കെ കണ്ടിട്ട് നമുക്ക് സംസാരിക്കണം, അത് മതി, അല്ലാതെ ഫോണിൽ കൂടെ ഒത്തിരി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നമുക്ക് പോയി കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെയാണെങ്കിലും ഓക്കെ, നമുക്ക് രാവിലെ തന്നെ പുറപ്പെടാം അല്ലേ അച്ഛ എന്നിങ്ങനെ പറഞ്ഞപ്പോ അതെ, നമുക്ക് രാവിലെ തന്നെ പുറപ്പെടാം എന്നൊരു തീരുമാനത്തിൽ എത്തുകയാണ്. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജ ഒരു വീട് എടുത്തു കേട്ടോ. വൈജയ്ക്ക് ഒരു വീട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു വീടൊക്കെയാണ്, ഫർണിച്ചറൊക്കെ അതിനകത്തുണ്ട്. അതിനോടൊപ്പം കണ്ട് അഡ്വാൻസ് 1,00,000 രൂപയും 20,000 രൂപ വാടകയും ഒക്കെ കൊടുക്കാം എന്നൊക്കെ ഏർപ്പാടാക്കി. എന്നാൽ പിന്നെ ഇനിയിപ്പോ ഡിസ്ചാർജ് ചെയ്യാതെ അവിടെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഉടനെ തന്നെ ഒരു ഡിസ്ചാർജും ചെയ്യണം. മാത്രമല്ല, ഒരു ഹോം നേഴ്സിനെയും കൂടെ വേണം. അല്ലാതെ ഒരിക്കലും വൈജയ്ക്ക് സ്വയം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഹോം നേഴ്സിനെയും കൂടെ നമ്മുടെ വൈജ ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനു അറിഞ്ഞു കേട്ടോ. അപ്പൊ മനു ഇതൊക്കെ അറിഞ്ഞതും മനുവിന് വല്ലാത്തൊരു ഇതായി പോയി. കാരണം ഒരിക്കലും അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വൈജ വേറെ വീട്ടിൽ പോയി താമസിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ ആർക്കും കഴിയില്ല. ബാലചന്ദ്രനും വൈജയും രണ്ടാകുക, അവരുടെ ജീവിതം രണ്ടുപേരും രണ്ട് സൈഡിലായി പോകുക, മക്കളുടെ ജീവിതം രണ്ടു വഴിക്കാകുക എന്നൊക്കെ അത് നമ്മുടെ മനുവിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലല്ലോ. അപ്പൊ മനു ഇതൊക്കെ അറിഞ്ഞ് നേരെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പൊ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ രാജീവൻ ആണെങ്കിൽ പോകാൻ തയ്യാറൊക്കെ എടുക്കുകയാണ്. അപ്പൊ രാജീവന് നാട്ടിൽ വന്നു. ഇനിയിപ്പോ രാജീവൻ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് തന്നെ പോകാൻ വേണ്ടി പാക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ രാജീവനോട് കമല കൊണ്ടുവിട്ടു. അപ്പൊ രാജീവനോട് വന്ന് പറയുകയാണ്. അപ്പൊ മനു കയറി വന്നതും കമല ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയി കിടക്കുകയായിരുന്നടാ, ഇപ്പൊ നീ പോകുന്നത് എവിടെയാ വരുന്നത് എവിടെയാന്നൊന്നും നീ പറയാറില്ലല്ലോ എന്ന് പറയുമ്പോ, പിന്നെ പറ്റിയ ആളോടല്ലേ പറയേണ്ടത്, പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ, ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല, പോകുന്നത് എവിടെയാണെങ്കിലും വരുന്നത് എവിടെയാണെങ്കിലും ഒന്നും ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്നു, അല്ലാതെ ഒരിക്കലും ഹരീനെ പോലെ ഒന്നും ഞാൻ ആകാൻ പോകുന്നില്ല. അമ്മ വളർത്തിയ പൊന്നാര മോനല്ലേ ഹരി, അവനെ പോലെ ഒന്നും ഒരിക്കലും ഞാൻ ആകാൻ പോകുന്നില്ല, എന്റെ കാര്യം ആരും അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ അവൻ എന്ത് പറഞ്ഞാലും ഒരു തർക്കുത്തരവും തറുതലയും ഉണ്ടല്ലോ, നീ എന്ത് വേണേലും കാണിക്കുക, അല്ല നീ ഇപ്പം അലീനയെ കണ്ടിട്ട് വരുന്ന വഴിയാണോ, അതെന്താ എനിക്ക് അലീനയെ കാണാൻ പോകാൻ പറ്റത്തില്ലേ, അമ്മയുടെ സമ്മതം മേടിച്ചിട്ട് അമ്മയുടെ അടുത്ത് ഒപ്പിട്ടിട്ട് എനിക്ക് അലീനയെ കാണാൻ പോകാൻ പറ്റത്തുള്ളൂന്നുണ്ടോ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ അലീനയെ കാണാൻ പോകും. അല്ല രാജീവങ്ങള് ഇത് എവിടെ പോവാ, പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടല്ലോ, പോകാറായോ എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ മോനെ ഞാൻ നാളെ രാവിലെ ഏതായാലും ടിക്കറ്റ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്, നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോകും, പോകാതിരുന്നാൽ ശരിയാവില്ലല്ലോ, ഇപ്പം ശിവേട്ടൻ ഇവിടെ നിൽക്കുവാണ്, ഞാനും കൂടെ പോകാതിരുന്ന എങ്ങനെയാ ശരിയാവുന്നത്, പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകത്തില്ലെന്ന് ചോദിച്ചപ്പോ, എന്ത് തീരുമാനം ഉണ്ടാക്കാനാ, അവരുടെ അച്ഛനും രണ്ടുപേർക്കും അച്ഛനുണ്ട് അമ്മയുണ്ട്, പിന്നെ ഞാൻ എന്ത് തീരുമാനം ഉണ്ടാക്കാനാ, അതിൽ കൂടുതൽ എന്താ വേണ്ടത്, ശിവേട്ടനാണെങ്കിൽ രോഹിത്തിന്റെ അല്ല സോറി ഹരിയുടെ കാര്യം നോക്കിക്കോളും, അതുപോലെ ബാലേട്ടനാണെങ്കിൽ രോഹിത്തിന്റെയും കാര്യം നോക്കിക്കോളും, പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് നിൽക്കുന്ന എന്തിനാന്ന് ചോദിച്ചപ്പം, അപ്പൊ പെങ്ങടെ കാര്യം ആര് നോക്കുന്നു ചോദിച്ചു, പെങ്ങടെ കാര്യമോ, ആ വൈജ ആന്റിയുടെ കാര്യം, അതെ വൈജ ആന്റി വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത കാര്യം ആരെങ്കിലും ഇവിടെ അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കമല, വൈജ വേറെ വീട് വാടകയ്ക്ക് എടുത്തോ, ആ
വൈജാന്റി വേറെ വീട് വാടകയ്ക്ക് എടുത്തു. 2-3 ദിവസത്തിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് പേപ്പർ മേടിച്ചിട്ട് പോകുന്നൊക്കെയാണ് അറിയുന്നത്. ഏതായാലും ഇവിടെ അടുത്തെങ്ങാണ്ടാണ് ഒരു വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവളിത് എന്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്ത് കാണിക്കുന്നത് ആന്റി? അങ്ങനെ ഇപ്പം രാജീവങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? വൈജി ആന്റിയുടെയും ബാലചന്ദ്രൻ അങ്കിളിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോരെ നിങ്ങളുടെ ഈ പോക്കുമൊക്കെ? ഇതിപ്പോ അല്ലെങ്കിൽ പിന്നെ എവിടെ ചെന്ന് അവസാനിക്കുന്നത് നിങ്ങൾക്ക് വല്ല അറിയാമോ? എല്ലാം സിമ്പിൾ ആയിട്ട് കാണാൻ നിൽക്കരുത്. അവിടെ അവർക്ക് മക്കളുണ്ട്, അത് മറക്കരുത്. ഇവര് രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ ഇങ്ങനെ പൊക്കോണ്ട് വാശിയും വീറും വൈരാഗ്യമായിട്ട് പൊക്കോട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവരുടെ മക്കളുണ്ട്. അവരെന്ത് ചെയ്യും? ആരുടെ കൂടെ നിൽക്കും? ഒന്ന് ഓർത്ത് നോക്കി അവരുടെ ഒരു അവസ്ഥ. അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? മാത്രമല്ല വൈജി ആന്റീനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കേണ്ടത് ആങ്ങളമാര് തന്നെയാണ്. നിങ്ങൾക്ക് വൈജി ആന്റിയോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കത്തില്ലേ? ഇപ്പൊ എന്തിനാണ് വാശിക്കും? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് രാജീവങ്കിൾ പോയാൽ മതി എന്ന് തന്നെയാണ് മനു പറയുന്നത്. മനു പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ? അവളോട് പറയാതെയും പറഞ്ഞും ഇനി എന്താ ഞാൻ അവളോട് പറയേണ്ടത്? അവളോട് പറഞ്ഞു മടുത്ത കാര്യമല്ലേ? അവക്ക് അവൻ മീൻസ് നമ്മുടെ ബാലേട്ടനുമായിട്ട് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് അവള് തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അല്ലെങ്കിൽ അവളുടെ മക്കൾ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? മക്കളും തീരുമാനിക്കത്തില്ല. ഇതിപ്പോ 2 പേരും 2 ധ്രുവങ്ങളിൽ നിൽക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോ, നിങ്ങൾ ആങ്ങളമാരല്ലേ, നിങ്ങളതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ വെച്ചത്? അപ്പൊ നിങ്ങളും ഇതിന് ബാധ്യസ്ഥരാണ്. നിങ്ങളും അവരെ ഒന്നിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഞാൻ ഒരിക്കലും വൈജാന്റിയുടെ സൈഡ് നിൽക്കത്തില്ല. ബാലചന്ദ്രൻ അങ്കിൾ അത്രയ്ക്ക് കടുംപിടുത്തം പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ആക്കി തീർത്തത് അങ്കിളിനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു ഒരു പോക്ക് പോയപ്പോഴത്തേക്കും നമ്മുടെ കമലയ്ക്ക് കാര്യം വിശദീകരിച്ച് അറിയത്തില്ലല്ലോ. അപ്പം കമല ചോദിച്ചു, എന്താ രാജീവ ഈ മനു തൊടാതെ അവിടെ തൊടാതെ ഇവിടെ തൊടാതെ ഒക്കെ സംസാരിച്ചു പോയത്? എന്ത് കാര്യമാ? എനിക്കിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഒന്ന് കമലയെടുത്തി അത് കാര്യമുള്ള കാര്യമൊന്നും അല്ല എന്ന് പറയപ്പോ, കാര്യമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ മനു സംസാരിക്കത്തില്ല, എനിക്കറിയാം. എന്ത് തെറ്റാ വൈജ ചെയ്തത്? അല്ല, അവൻ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവന്റെ ബാലേട്ടൻ എന്ന് പറഞ്ഞ്. അപ്പം വൈജ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്ന് കമലയെടുത്തി എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവൾ എന്ത് തെറ്റ് ചെയ്യാനാ? കമലയെടുത്ത കാര്യം നോക്ക്. രോഹിത്തിനെ അല്ല ഹരീനെ പുറത്തിറക്കാനുള്ള വഴി വല്ലതും നോക്ക്. അവരുടെ പുറകെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പുറകെ നടക്കാം. അവരെ കുടുംബമല്ലേ, അവരെന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ. എനിക്ക് എന്റെ ജോലിയും കാര്യങ്ങളും നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. പറയുന്നതിനൊരു പരിധിയില്ലേ? സ്വന്തം പെങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് എനിക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമോ? അവരൊരു കുടുംബമായിട്ട് ജീവിക്കുന്നല്ലേ, പറയുന്നതിനൊരു പരിധിയുണ്ട്. അവള് 3 പിള്ളേരുടെ തള്ളയെ അവൾക്കില്ലാത്ത ബോധം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ രാജീവൻ കേട്ടോ. അപ്പൊ കമലയ്ക്ക് വല്ലാത്തൊരു ഡൗട്ട്, ഇതെന്താന്ന് കമലയ്ക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. കമലയ്ക്ക് ഭയങ്കര ഡൗട്ട്. അപ്പം കമല ഇങ്ങനെ പതുക്കെ ഇങ്ങനെയൊക്കെ നിൽക്കും. ഇത് എന്ത് പറ്റി? എന്തോ സംഭവം ഉണ്ടല്ലോ, ഞാൻ അറിയാതെ ഈ കൈതക്കൽ തറവാട്ടിൽ എന്തോ മണക്കുന്നുണ്ടല്ലോ, വൈജയുമായിട്ടുള്ള ബന്ധം. എന്താന്ന് നമ്മുടെ കമലയ്ക്ക് പിടികിട്ടുന്നില്ല. ഇനിയിപ്പോ കമല അതന്വേഷിച്ച് നടക്കുമായിരിക്കും. കമലയ്ക്ക് പരദൂഷണം എവിടെ കിട്ടുമോ അതുപോലെ പരദൂഷണം പറഞ്ഞ് പരത്താനൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലായതുകൊണ്ടും ഗോസിപ്പ് കേൾക്കാൻ താല്പര്യം ഉള്ളത് കൊണ്ടും ഒക്കെ മിക്കവാറും കണ്ടുപിടിക്കുമായിരിക്കും. നമ്മുടെ കമല ഇതിനിപ്പോ ഇറങ്ങി തിരിക്കുമായിരിക്കും. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീനയും ബാലചന്ദ്രനും കൂടി നേരെ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്? നമ്മുടെ ഗ്രേസിയുടെയും രേവതിക്കുട്ടിയുടെയും മാമച്ചന്റെ അടുത്തേക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നതാണ്. അങ്ങനെ രാവിലെ ഇവർ പുറപ്പെടുന്നു. നമ്മുടെ കൃഷ്ണമോളോട് സ്കൂളിലൊക്കെ പോകണം, ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് എങ്ങോട്ടേക്ക് പോവുക? രോഹിതേട്ടന്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടല്ല, നിനക്ക് ഈ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയത്തുള്ളൂ ബബിതേ? നിനക്ക് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലേ? നിനക്ക് ഇടയ്ക്ക് വരാമല്ലോ, ഞാൻ റൂമിനകത്തുണ്ടല്ലോ, എന്നോട് സംസാരിക്കാലോ. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ നിനക്ക് വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നീ ഒരു ഫോണും എടുത്ത് ഇവിടെ 24 മണിക്കൂർ കുത്തിപ്പിടിച്ചിരിക്കുന്നതല്ലേ, അവിടെ ഇരുന്നോ. നിനക്ക് ഇവിടെ നടക്കുന്ന വല്ല കാര്യവും നിനക്ക് അറിയണോ? നിനക്ക് പുറത്ത് നടക്കുന്ന വല്ല കാര്യം അറിയാമോ? ഇവിടെ നടക്കുന്ന കാര്യം വല്ലതും അറിയാമോ? നിന്റെ അമ്മ നിന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ടല്ലോ എന്തോ ഡിവോഴ്സ് പേപ്പർ തയ്യാറാക്കിയെന്നോ. നിനക്ക് നിന്റെ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും ഉള്ള ആ ഒരു സമയം പോലും കിട്ടുന്നില്ല. ഏത് നേരവും നീ ഫോണിൽ കുത്തിയിരിക്കുകയാണ്. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. ഞാൻ എവിടെ പോവോ എങ്ങനെയാണോ എന്നൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ, അല്ല അലീനയും കൂട്ടി എങ്ങോട്ടാ അച്ഛൻ പോകുന്നതെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോ, അലീനയും കൂട്ടി എനിക്ക് പോകത്തില്ലേ? ഞാൻ അലീനയും കൂട്ടി തന്നെ പോകും. ഞാൻ അലീനയും കൂട്ടി പോകുന്ന സ്ഥലത്തെല്ലാം കൂടെ നിന്നോട് ഇപ്പം പറഞ്ഞ് നിന്റെ അടുത്ത് എല്ലാം ബോധിപ്പിച്ചിട്ട് പോകണമെന്നുണ്ടോ? നിന്റെ തള്ളേനെ ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിന്റെ തള്ള എങ്ങാണ്ട് ഒരു വീടെടുത്തെന്നോ നിന്റെ തള്ള വീടെടുത്ത് മാറാൻ പോവാണെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, നീ തന്നെയാണല്ലോ പറഞ്ഞത്. അത് പിന്നെ എന്നോട് അമ്മ വിളിച്ചു പറഞ്ഞോണ്ടല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞത്. നിന്റെ അമ്മയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നോക്ക്. നിന്റെ അമ്മയുടെ കൂടെ നീ എത്ര നാൾ പോയി നിൽക്കും? അല്ല, നിനക്ക് നിന്റെ അമ്മ മാത്രം മതിയോ? നിനക്ക് നിന്റെ അച്ഛനെ വേണ്ടേ? നീ അമ്മ പറയുന്നതെല്ലാം വേദവാക്യമായിട്ട് കേട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
മോളെ നിന്റെ ജീവിതം പോക്കാകും, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ, തള്ളയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചോ നീ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീനയെ നോക്കിയൊന്നു തറപ്പിച്ചു നോക്കി, എന്താ പറയാ, വല്ലാത്ത ഒരു നോട്ടമൊക്കെ നമ്മുടെ ബബിത നോക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പൊ ഇതിനിടയിൽ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് ബബിതയോട്, എന്തിന്റെ കേടാ ചേച്ചിക്ക്, ചേച്ചി എന്നത്തിന് ഇതൊക്കെ തിരക്കുന്നത്, ചേച്ചി തിരക്കേണ്ട കാര്യങ്ങളൊന്നും തിരക്കുന്നില്ലല്ലോ, ഒരു ഫോണും എടുത്ത് കുത്തിപ്പിടിച്ച് ഇവിടെ ഇരിക്കുകയല്ലേ, കോളേജിലെങ്കിലും പോകാൻ നോക്ക്, കോളേജിലെങ്കിലും പോയില്ലെങ്കിലും പോയി നോർത്തോണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല, ചുമ്മാ രോഹിത്തേട്ടന്റെ പേരിൽ ഈ അടയിരിക്കാൻ എന്താ നാണമാവുന്നില്ലേ ബബിതേച്ചി, ബബിതേച്ചിക്ക് ഇത്ര പ്രായമായില്ലേ, ഞാൻ പഠിക്കുന്നത് എത്രയിലാണെന്ന് ബബിതേച്ചിക്ക് അറിയാലോ, ബബിതേച്ചിയുടെ സ്റ്റാൻഡ് എത്രയാന്ന് ബബിതേച്ചിക്ക് അറിയാലോ, എന്നിട്ട് നാണമില്ലേ ബബിതേച്ചി, ബബിതേച്ചി ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കാതെ, ചേച്ചിക്ക് ഈ നേരം കൊണ്ട് കോളേജിൽ പോകത്തില്ല, ഒരു വർഷമല്ലേ വെറുതെ പോകുന്നത്, എന്താണെന്ന് വെച്ചാൽ കാണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോളും. ഏതായാലും ഈ സമയത്ത് നേരെ ചെല്ലുന്നത് നമ്മുടെ ഗ്രേസിയുടെയും മാമച്ചന്റെയും വീട്ടിലേക്കാണ്. അങ്ങനെ ഇവരെ കാത്തു തന്നെ ഇരിക്കുകയായിരുന്നു, ഗ്രേസിയും മാമച്ചനും ഒക്കെ ഇവർ വരുന്നത് കാത്തു തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ അലീനക്കുട്ടി അല്ല സോറി, രേവതിക്കുട്ടി അലീന വന്നത് ഓടിച്ചെന്ന് നമ്മുടെ അലീനയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എത്ര ദിവസമായി ചേച്ചിനെ കണ്ടിട്ട്, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയില്ലോ, ഈ കാര്യമെങ്കിലും പറഞ്ഞൊന്ന് വരാൻ തോന്നിയില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും എന്താ പറയാ ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കാണിക്കുവാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗ്രേസി പറയുന്നുണ്ട്, ഈ പെങ്കൊച്ചിന്റെ ഒരു കാര്യം, ആ പെങ്കൊച്ച് വന്നതല്ലേ ഉള്ളൂ, നിനക്ക് എന്തിന്റെ കേടാണ്, അവരിങ്ങോട്ട് കേറി വരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എന്റെ പൊന്ന് ഗ്രേസി ആന്റി, എന്റെ രേവതി ചേച്ചിനെ കണ്ടതിന്റെ സന്തോഷമല്ലേ ഞാൻ കാണിക്കുന്നത്, അതെനിക്ക് കാണിക്കണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാമച്ചൻ പറഞ്ഞു, അവൾ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ, അവള് ഇത്തിരി ദിവസം കൂടി കാണുന്നല്ലേ, ആ ഒരു സന്തോഷമല്ലേ അവൾക്കുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രനെ ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രനെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നിരിക്കുന്നു. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ സീരിയസ് ആയിട്ട് മാറ്റമൊക്കെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ മാമച്ച പറയുന്നു, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ബാലചന്ദ്ര, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഏതായാലും ആ പെങ്കൊച്ചു മൊഴി മാറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിനൊക്കെ വെറും ഒരു അർത്ഥമില്ലാതായി പോകും. പക്ഷെ ആ പെങ്കൊച്ച് നമ്മുടെ സൈഡ് നിൽക്കുകയാണെങ്കിലും ഒക്കെ, ആ പെങ്കൊച്ച് കറക്റ്റായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വെറുതെ ആയി പോകില്ല. ഇനിയിപ്പോ ഡിവൈഎസ്പിയുടെ മുമ്പിൽ ചെന്ന് നമ്മൾ പരാതി കൊടുത്താലും പരാതി പറഞ്ഞാലും എന്തു പറഞ്ഞാലും ആ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴിയാണ് ഇതിന്, അവൾ എന്ത് പറയുന്നോ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ പിന്നെ കോടതി പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അവള് പറയുന്നത് പോലെ ഇരിക്കില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെയെങ്കിലും നമുക്ക് പറഞ്ഞ് സെറ്റ് ആക്കണം. നിങ്ങളൊരു കാര്യം ഓർക്കണം, എന്റെ കൊച്ച് ഒരു കുറ്റവും ചെയ്യാതെയാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഞാൻ ചെയ്യണ്ടേ അവനെ പുറത്തിറക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ തോന്നിപ്പോവുക, വേണ്ടായിരുന്നു, സത്യങ്ങളൊന്നും അറിയണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. നിരപരാധിയായ എന്റെ മോനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ആ ഒരു സങ്കടമാണ് എനിക്ക്, എന്റെ മനസ്സ് നിറയെ ആ ഒരു സങ്കടമാണ് എനിക്ക്. ഒന്ന് ഉറങ്ങാൻ പോലും പറ്റണില്ല എന്ന് പറഞ്ഞപ്പം ഇനിയിപ്പൊ കുരിയച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുരിയച്ഛൻ വഴി ഇനിയിപ്പം കുരിയച്ഛന്റെ മരുമകളെ കൊണ്ട് ഡിവൈഎസ്പിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്നതിനും നല്ലത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഎസ്പിനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരാളെ ഇതിനിടയിൽ നിർത്തി ഇനിയിപ്പം അത് ചളവാക്കേണ്ട കാര്യമില്ലല്ലോ. കുരിയച്ഛൻ ഇപ്പം നമ്മൾ അലീന ആരാണെന്ന് അറിയാം, അതുപോലെ തന്നെ ബാലചന്ദ്രൻ ആരാണെന്ന് അറിയാം, ഞാനും ഗ്രേസിയൊക്കെ ആരാണെന്ന് അറിയാം ഡിവൈഎസ്പിക്ക്. അപ്പൊ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി കണ്ടൊന്ന് സംസാരിച്ചുകൂടെ, നമുക്ക് അങ്ങനെ ഒന്ന് പോയി കണ്ട് സംസാരിച്ച്, അയാൾ ഇച്ചിരി നന്മയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, കേട്ടിടത്തോളം അയാൾ ജെനുവിൻ ആണ്, എവിടെയാണോ ശരി ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമുക്കൊന്ന് പോയി വിശദീകരിച്ച് അന്വേഷിക്കാന്ന്. അപ്പൊ അലീനയുടെ സജഷൻസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം അലീനയുടെ സജഷൻസുമായിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഗ്രേസിയും മാമച്ചനും ഒക്കെ പറയുന്നത്. കാരണം അലീന കുറച്ചൊരു സമീപനം പാലിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. എടുത്തു ചാടി ഒരു കാര്യവും അലീന തീരുമാനിക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അലീനയുടെ ആ ഒരു ഡിസിഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അലീന തെരഞ്ഞെടുക്കുന്ന വഴിയിലൂടെ തന്നെ നമുക്ക് പോകാം. നമുക്ക് എന്നാൽ പിന്നെ ഡിവൈഎസ്പിനെ കുരിയച്ചനെ കാണാൻ പോകേണ്ട ആവശ്യമില്ലെന്ന് അലീനയും പറയുന്നുണ്ട്. ഇടയ്ക്ക് ഒരാളെ എന്തിനാണ് നിർത്തുന്നത്? സത്യം ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരാളെ നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ആ പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താണ് എന്ന് നമുക്കറിയില്ല. ഏതായാലും നമുക്ക് ചെയ്യാം, തീരുമാനം എടുക്കാം. നമുക്ക് എന്താണെന്നും എന്തൊക്കെയാണെങ്കിലും രോഹിത്തിനെ രക്ഷിക്കാൻ മാക്സിമം ഞാൻ എഫർട്ട് ഇടും എന്ന് തന്നെ അലീന പറയുന്നുണ്ട്. അപ്പൊ അവരും അങ്ങനെ തന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട്
ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം കേട്ടോ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നാളെ രാവിലെ തന്നെ കറക്റ്റ് ഒരു 7:30-8 മണിയോടൊക്കെ കൂടി തന്നെ നമ്മൾ ഫുൾ വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നയനയുടെയും ആദർശിന്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മുടെ മെയിൻ ചാനലായ ചിൽജിച്ചിനകത്ത് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷവും നെക്സ്റ്റ് വീക്ക് പ്രമോയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.